Good morning, teacher. Good morning. ജാസ്മിൻ മാത്രമുള്ളോ? ബാക്കി സ്റ്റുഡൻസ് ഒന്നും ഇല്ലെന്ന്? അവര് കേറുമായിരിക്കും ടീച്ചർ. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. 2 സെക്കൻഡ് ഒന്ന് നോക്കാം. ഓക്കെ, ടൈം ആയല്ലോ ക്ലാസ്സിന്. ഓക്കെ ടീച്ചർ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാ ജാസ്മിൻ. ഓക്കെ, നമ്മള് അവിടെ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്തോട്ടെ. ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ടീച്ചർ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ ചാപ്റ്റർ 37 പബ്ലിക് റിലേഷൻ അല്ലെ, അതിനെ പറ്റിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ഇതുവരെ എത്രത്തോളം എടുത്തതെന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നതാണ് നോക്കാം. നമ്മൾ ഫസ്റ്റില് പറഞ്ഞു എഡ്വേർഡ് ബെർണൈസിനെ പറ്റി പറഞ്ഞു അല്ലെ. അദ്ദേഹം 1891 ജനിച്ചു, 1995 അദ്ദേഹം മരണപ്പെട്ടത്. പിന്നെ പറഞ്ഞു നമ്മള് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറഞ്ഞൊരു സൈക്കോളജിയിലെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനായിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹത്തിന്റെ അങ്കിളാണ് ഈ പറഞ്ഞ എഡ്വേർഡ് ബെർണൈസ് എന്നും കൂടി നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. പിന്നെ നമ്മൾ അദ്ദേഹത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒരു ബോക്സിൽ പറഞ്ഞായിരുന്നല്ലോ അല്ലെ. എഡ്വേർഡ് ബെർണൈസ് എന്ന് പറഞ്ഞാൽ ആരാണ്? അദ്ദേഹം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ. ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ അല്ലെ. അപ്പൊ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ ആണ് എഡ്വേർഡ് ബെർണൈസ് എന്ന് പറഞ്ഞാല്. പിന്നെ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഏത് ബുക്കായിരുന്നു ഓർമ്മയുണ്ടോ? പബ്ലിക് ഒപ്പീനിയൻ. ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ഫസ്റ്റ് ബുക്കാണ് അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞു അദ്ദേഹം ഈ PR കോഴ്സ് എടുത്തത് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. ഫസ്റ്റ് ടു കോൾ ഹിംസെൽഫ് PR പ്രൊഫഷണൽ. മെയിൻ ആയിട്ട് നോക്കാം, ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്കാണ് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ഇത്ര കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു ഡെഫിനിഷൻ പോലെ പറഞ്ഞായിരുന്നു, ജോൺ മില്ലറ്റിന്റെ ഡെഫിനിഷൻ അല്ലെ. ഓക്കെ, ഷാരോൺ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഷാരോൺ, നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ക്ലാസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു, ജോൺ മില്ലറ്റിന്റെ ഒരു ഡെഫിനിഷൻ ആണ് പറഞ്ഞത് അല്ലെ. ഡെഫിനിഷൻ ഒന്ന് വായിക്കാമോ ജാസ്മിൻ? ഒന്ന് ഡെഫിനിഷൻ ഒന്ന് വായിച്ചേ. Public relations means knowing what the public hopes for and explaining how administration is satisfying these desires. എന്താണ് അതിന്റെ അർത്ഥം? ഡെഫിനിഷൻ ഒന്ന് പറയാമോ? പബ്ലിക് ആയിട്ടുള്ള ഹോപ്സും. പബ്ലിക് ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതീക്ഷ. പ്രതീക്ഷിക്കുക നമുക്കൊരു മീനിങ് അല്ലേ ഹോപ്പ്. ഓക്കെ, പറഞ്ഞോ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞോ. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അതായത് പബ്ലിക് ജനങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു അല്ലെ, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾക്കും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് പബ്ലിക് റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് പബ്ലിക് റിലേഷന്റെ ഡെഫിനിഷൻ. നിങ്ങൾ ഡെഫിനിഷൻ നന്നായിട്ട് നോക്കുക. ഡെഫിനിഷൻ ആരാണ് ഈ ഡെഫിനിഷൻ ചെയ്തത്? ജോൺ മില്ലറ്റ് എന്ന് പറഞ്ഞൊരു ഒരു വ്യക്തിയാണ് ഈ ഡെഫിനിഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റും ഒരു ഡെഫിനിഷൻ പോലെയാണ് പറയണത് അല്ലെ. നെക്സ്റ്റ് ഷാരോൺ ഒന്ന് വായിക്കാമോ? അടുത്തത്. Public relation is an organized process to influence public opinion through sound, tactics, and genuine performance on the basis of a mutually satisfactory two-way communication. അതൊരു 2-way കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. രണ്ടുപേരും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഒരു ആശയവിനിമയത്തിന് പരസ്പരം സാറ്റിസ്ഫാക്ഷൻ കിട്ടണം അല്ലെ. പേഷ്യന്റിനും അല്ലെങ്കിൽ ആ ഒരു പബ്ലിക് റിലേഷൻ ആ ഒരു വ്യക്തിക്കും എന്താണ്, അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം അല്ലെ. അതായത് നല്ലൊരു സ്വഭാവത്തിലൂടെയും അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള നല്ലൊരു പെർഫോമൻസിലൂടെ, പെർഫോമൻസ് ഉദ്ദേശിക്കുന്നത് ഓരോ പ്രവൃത്തിയും അല്ലെ. പേഷ്യൻസിനോട് ഇവരാണ് എല്ലാ കാര്യങ്ങളും, പേഷ്യൻസിന്റെ കാര്യങ്ങളും എല്ലാവർക്കും ശ്രദ്ധ വേണം ഈ പബ്ലിക് റിലേഷൻ അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിലെ PR എന്ന് പറഞ്ഞൊരു ആ വ്യക്തിക്ക് അല്ലെ. അപ്പോ മ്യൂച്വൽ ആയിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം രണ്ടുപേരും തമ്മിൽ വേണ്ടത്. ഇനി നമ്മൾ നെക്സ്റ്റ് പറഞ്ഞു നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ. എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യകത, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു PRO എന്നുള്ള ഒരു പൊസിഷനൊക്കെ ഒരു ഹോസ്പിറ്റലിൽ വെക്കുന്നത്, അല്ലെങ്കിൽ ഈ പബ്ലിക് റിലേഷൻ എന്തിനു വേണ്ടിയിട്ടൊക്കെയാണെന്നാണ് അല്ലെങ്കിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ കുറച്ച് പോയിന്റ്സ് പറഞ്ഞായിരുന്നു അല്ലെ. എന്തൊക്കെയായിരുന്നു? എൻലാർജ് വിസിബിലിറ്റി ഫോർ ഹോസ്പിറ്റൽ എംപ്ലോയി അല്ലെ. പ്രോഗ്രാംസും അല്ലെങ്കിൽ ജീവനക്കാർക്ക് സേവനങ്ങളും അല്ലെങ്കിൽ പ്രോഗ്രാംസുകളും സർവീസസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞു പൊസിഷൻ ഹെൽത്ത് കെയർ ലീഡർ അതോറിറ്റി വിത്തിൻ ദ കമ്മ്യൂണിറ്റി ഓർ റീജിയൻ അല്ലെ. നമ്മൾ പറഞ്ഞു ഒരു കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തോ ഉള്ള ഒരു ഹെൽത്ത് കെയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ നിലകൊള്ളുക.
പിന്നെ നമ്മൾ പറഞ്ഞു അവയർനെസ് പ്രോഗ്രാംസ് അല്ലെ, ഹോസ്പിറ്റലിന്റെ ടോട്ടൽ റേഞ്ച് ഉയർത്താൻ വേണ്ടിക്കൊണ്ട് എന്ത് ചെയ്യുക, കുറച്ച് സർവീസസുകളും അല്ലെങ്കിൽ അവയർനെസ് പ്രോഗ്രാമുകളൊക്കെ അവര് സംഘടിപ്പിക്കുക. പിന്നെന്താണ്, എൻഹാൻസ് ഹോസ്പിറ്റൽ ഇമേജ്, അതായത് പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക. സെയിം ഒരു ഇത് തന്നെ, എന്തെങ്കിലും കൂടുതൽ ക്യാമ്പുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ എന്താണ്, ഒരു ഹോസ്പിറ്റലിന്റെ ടോട്ടൽ റേഞ്ച് ഉയർത്തുന്നതിനായിട്ട് സഹായിക്കും അല്ലെ. ഇനി നമ്മൾ പറഞ്ഞു അസിസ്റ്റ് റിക്രൂട്ട്മെന്റും റിട്ടൻഷൻ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നതും റിട്ടൻഷൻ ചെയ്യുന്ന പ്രോസസ് ഒക്കെ ആര് ചെയ്യുന്നതാണ്, ഈ പബ്ലിക് റിലേഷൻ ആണ് ചെയ്യുന്നത്. ഇത് നമ്മൾ പറഞ്ഞു ഫൗണ്ടേഷൻ അൺറിയൽ ന്യൂസ്. ഹോസ്പിറ്റലിനെതിരെ വരുന്ന അൺറിയൽ ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതിനൊക്കെ ഒരു അടിത്തറയായിട്ട് പ്രവർത്തിക്കുക, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ഇനി ഇംപ്രൂവ് എംപ്ലോയി മൊറൈൽ, എന്താണ്, തൊഴിലാളികളുടെ മനോവീര്യം അല്ലെങ്കിൽ അവരുടെ ധൈര്യം, അവർക്ക് തൊഴിലിനോടുള്ള ഒരു സന്നദ്ധ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, മനോഭാവങ്ങള്, അതെല്ലാം എന്ത് ചെയ്യുക, ഉയർത്തുക. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പബ്ലിക് റിലേഷന്റെ ആവശ്യകതയെ പറ്റി പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ 2 ടൈപ്സ് ഓഫ് മെത്തേഡ്സ് പറഞ്ഞായിരുന്നല്ലോ. ഏതൊക്കെയായിരുന്നു മെത്തേഡ്സ്? ഓപ്പറേറ്റീവ് മെത്തേഡ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ്. ഓപ്പറേറ്റീവ് മെത്തേഡ്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് അല്ലെ. ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ പെടുന്നത്? ടെലിഫോൺ ഓപ്പറേറ്റർ വരും. പിന്നെ ഏതൊക്കെ സെക്ഷൻ വരും? അഡ്മിഷൻ ഓഫീസ് ക്ലർക്ക്. അതായത് ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു പേഷ്യന്റ് ആയിട്ട് കോണ്ടാക്ട് വരുന്ന എല്ലാ തരത്തിലുള്ള ഓപ്പറേറ്റീവ് ആയിട്ട് പ്രവർത്തന മേഖലകളും എന്തിൽ ഉൾപ്പെടും? ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ ഉൾപ്പെടുന്നു അല്ലെ. ഇത് നമ്മള് മെയിൻ ആയിട്ട് 3 ഫണ്ടമെന്റൽ കോമ്പോണൻസ് ഓഫ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ പരസ്പരം കമ്മ്യൂണിക്കേഷൻ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. മെയിൻ ആയിട്ട് 3 ഫണ്ടമെന്റൽ കോമ്പോണൻസ് പറഞ്ഞായിരുന്നു. ഏതൊക്കെയാണ്? ഷാരോണൊന്ന് വായിക്കാമോ 3 പോയിന്റ്സ്? joyful and polite behavior, quick and efficient treatment, clear environment and well apprehension of the words. അല്ലെ, സിമ്പിൾ ആണ്. അതായത് ജോയ്ഫുൾ ആണ്, അതായത് എന്താണ്, സന്തോഷത്തോട് കൂടി വളരെ പൊലൈറ്റ് ആയിട്ട് കൂടിയുള്ള ഒരു ബിഹേവിയർ. പിന്നെന്താണ്, ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്, വേഗത്തിലുള്ള അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, ക്ലിയർ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൊടുക്കുക, എൻവയോൺമെന്റ് നൽകുക അല്ലെ, ക്ലിയർ ആയിട്ടുള്ള വെൽ ആയിട്ടുള്ള ഒരു അപ്പിയറൻസ്, വർക്കേഴ്സിന് ഒരു എന്താ പറയാ നല്ലൊരു അറ്റ്മോസ്ഫിയർ കൊടുക്കുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് 3 ഫണ്ടമെന്റൽ കോമ്പോണൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഓപ്പറേഷൻസിൽ പറയുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞായിരുന്നു സം ഓപ്പറേഷൻസ് ഇംപ്രൂവിംഗ് ഓപ്പറേഷൻ ഹോസ്പിറ്റൽ കമ്മ്യൂണിറ്റി ലെവലില് വർദ്ധിപ്പിക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. എന്തൊക്കെയായിരുന്നു? ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. ഹൈ ക്വാളിറ്റി പേഷ്യന്റ്, അതായത് ഉയർന്ന നിലവാരമുള്ള നല്ല രീതിയിലുള്ള ഒരു രോഗീ പരിചരണങ്ങളൊക്കെ നൽകുക. പിന്നെ നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ഫെസിലിറ്റീസ് കൊടുക്കുക, എന്താണ്, ബെഞ്ചസ് ഇടുക ഇരിക്കുന്നിടത്ത്, പിന്നെ എന്താണ്, വാട്ടറൊക്കെ വെക്കുക, റിഫ്രഷ്മെന്റ് വെയിറ്റിംഗ് റൂം കൊടുക്കുക അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക. അപ്പോ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിന് പുറത്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു മേക്കിംഗ് അതേഴ്സ് ഹാപ്പി വൺ മസ്റ്റ് ബി ഹാപ്പി. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, നമ്മള് സന്തോഷവാനായിരിക്കുക. ഗുഡ് മൊറൈൽ ഓഫ് വർക്കേഴ്സ് അല്ലെ, വർക്കേഴ്സ് തമ്മില് അവർക്കൊരു നല്ലൊരു അവർക്കൊരു വർക്കിനോടുള്ള അല്ലെ, അവരുടെ ജോലിയോടുള്ള ഒരു നല്ലൊരു മനോഭാവം അവരിൽ എന്ത് ചെയ്യുക, വളർത്തി കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഓപ്പറേഷൻ എന്നുള്ള രീതിയിൽ ചെയ്യുക. കുറച്ച് പോയിന്റ്സ് കൂടി ഉണ്ട്, ജസ്റ്റ് അത് പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. ഇനി കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിൽ വരുന്നത് നമ്മള് നോക്കിയായിരുന്നു അല്ലെ. എളുപ്പമാണല്ലോ. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ജസ്റ്റ് നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നും കൂടി പറയുന്നത്. നിങ്ങൾക്ക് ഒരു ഓർമ്മയും കൂടി കിട്ടുമല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ, മറന്നു പോകില്ല. അല്ലെങ്കിൽ ഓർമ്മ ഉണ്ടാവും, എന്നാലും ജസ്റ്റ് ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സെയിം പോയിന്റ്സുകൾ ഒന്നും കൂടി പറയുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. ഓക്കെ, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിൽ പറയുന്നത് എന്തൊക്കെയായിരുന്നു? ടു മേക്ക് അവൈലബിൾ സ്യൂട്ടബിൾ ഇൻഫോർമേഷൻ പേഷ്യൻസിനും റിലേറ്റീവ്സിനും വിസിറ്റേഴ്സിനൊക്കെ എന്ത് ചെയ്യുക, ഇൻഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ പാസ് ചെയ്ത് കൊടുക്കുക. പിന്നെ പറഞ്ഞു നമ്മൾ ഓറൽ കംപ്ലൈന്റ്സ് ഉണ്ട് അല്ലെ, എങ്കിലും റിട്ടേൺ കംപ്ലൈന്റ്സ് നമ്മൾ കംപ്ലൈന്റ് ബോക്സിലൊക്കെ എഴുതി വെക്കില്ലേ, അതിന് പുറമെ ഓറൽ ആയിട്ടുള്ള കംപ്ലൈന്റ്സിനും കൂടി എന്ത് ചെയ്യുക, മറുപടി നൽകുക. സ്വിച്ച് റിപ്ലൈ ടു ക്വസ്റ്റ്യൻസ് അല്ലെ, നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസിന് എന്തെങ്കിലും തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, റിപ്ലൈ കൊടുക്കുക. സജഷൻ ബോക്സ്
സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസിൽ സജഷൻ ബോക്സുകളൊക്കെ വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു പ്രൊവിഷൻ ഓഫ് സജഷൻ ബോക്സ് ചെയ്യുക. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഫിലിം ഷോസും എക്സിബിഷൻസും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വൗച്ചേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞു എന്താ ഹോസ്പിറ്റൽ ടൂർസുകൾ അറേഞ്ച് ചെയ്യുക. ആനിമൽ ഹോസ്പിറ്റൽ ഡേ അല്ലെ, അങ്ങനെ ഒരു ഡേ ഒക്കെ ഒരു ഫോം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആഘോഷിക്കുക. അതൊക്കെ കൂടുതലും എന്താ പബ്ലിക് ആയിട്ടുള്ള ഒരു ഇന്റിമസി കൂടാനായിട്ടൊരു സാധ്യതയില്ലേ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ പബ്ലിക് ആയിട്ടൊരു റിലേഷൻ കൂടുതലായിട്ട് കിട്ടും അല്ലെ. ഇത് നമ്മൾ പറഞ്ഞു മാസ് മീഡിയ, നമ്മൾ പറഞ്ഞു പരസ്യങ്ങളൊക്കെ ചെയ്യില്ലേ, പരസ്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ഇന്ന ട്രീറ്റ്മെന്റുകളുണ്ട്, ഇന്ന സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ്, നമ്മൾ പല ഹോസ്പിറ്റൽസിന്റെയും എന്താ പരസ്യങ്ങളൊക്കെ കാണാറില്ലേ ടിവിയിലൊക്കെ. അപ്പൊ ഇതൊക്കെ എന്താണ് കുറച്ചുകൂടി പേഷ്യൻസ് ആയിട്ടുള്ള അവർക്കൊരു ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട്, അതായത് ഒരു പബ്ലിക് റിലേഷന് വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൂടുതലായിട്ടും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് എന്താണെന്ന് ജസ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നു. ജസ്റ്റ് ടീച്ചർ പറഞ്ഞൊന്ന് പോകുന്നുള്ളൂ കേട്ടാ. നമ്മൾ എടുത്ത കാര്യങ്ങൾ തന്നെയാണ് ആ ഒരു നെക്സ്റ്റ് അടുത്ത കണ്ടിന്യൂഷന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിൽ എന്താ പറഞ്ഞത്? തുഷാര ജോയിൻ ചെയ്തോ? എന്ത് പറ്റി ലേറ്റ് ആയല്ലോ കുറച്ച്? എന്താണ് മിസ്? ഓക്കെ, 10 മിനിറ്റ് ലേറ്റ് ആയല്ലോ ഒന്ന് ക്ലാസ്സില്. അത് കുറച്ച് തിരക്കായിരുന്നു. ഓക്കെ ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്തു, 5 മിനിറ്റ് നോക്കിയായിരുന്നു എല്ലാരും വന്നിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങളാണ് കേട്ടോ ഇതുവരെ ഒന്ന് പറഞ്ഞു പോകുന്നത്. നെക്സ്റ്റ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അപ്പൊ ഇതുവരെ ഒന്ന് ജസ്റ്റ് നോക്കിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് അല്ലെ നമ്മൾ പറഞ്ഞു. ആ മെത്തേഡ്സിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? കമ്മ്യൂണിക്കേഷൻ ഇൻ ഓൾ പോസിബിൾ ഫോംസ് ക്യാൻ കൺവേ ഇറ്റ്സ് മെസ്സേജ് ടു ദ പബ്ലിക്. നമ്മൾ പറഞ്ഞില്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരം അല്ലെങ്കിൽ കാര്യങ്ങൾ സംസാരിക്കുക, പറയുക എന്നുള്ളൊരു മീനിങ് തന്നെ. അപ്പോ കൺവേ മെസ്സേജസ് ടു പബ്ലിക്കിന്റെ ഓരോ മെസ്സേജുകളും അല്ലെങ്കിൽ മെസ്സേജുകൾ ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റലിലെ ഓരോ കാര്യങ്ങളൊക്കെ പേഷ്യന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതെല്ലാം എന്ത് ചെയ്യുക? കൺവേ ചെയ്യുക. പിന്നെന്താണ്? ഇന്റർമിക്സ്ഡ് വിത്ത് ഇൻട്രാമുറൽ ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ഓപ്പറേറ്റീവ് മെത്തേഡ്സ് അല്ലെ. അതായത് ഇൻട്രാമുറൽ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു. ഹോസ്പിറ്റൽ ദാറ്റ് കണ്ടക്ടഡ് വിത്ത് ഹോസ്പിറ്റൽ സെറ്റപ്പ്, ഇറ്റ് ഇൻക്ലൂഡ് എമർജൻസി പേഷ്യന്റ് ട്രീറ്റ്മെന്റ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിൽ വരുന്നു. ഇനി അതർ ഡീൽസ് വിത്ത് മീഡിയ, നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മീഡിയ വഴി കുറച്ച് ഡീൽസ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് പറഞ്ഞായിരുന്നു എന്താ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ക്യാൻ ബി എങ്ങനെയൊക്കെ നമുക്ക് യൂസസ്ഫുൾ ആണെന്നുള്ളത് കേട്ടോ. പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ കൊടുക്കും റിലേറ്റീവ്സിനും പേഷ്യൻസിനും വിസിറ്റേഴ്സിനും അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞു ഫസ്റ്റിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരു എന്താ എൻക്വയറി ഉണ്ട്, രജിസ്ട്രേഷൻ ഉണ്ട്, പിന്നെ ഡിസ്ചാർജ് റിഗാർഡിംഗ് ഉണ്ട് അല്ലെ, ഹെൽത്ത് സ്റ്റാറ്റസും അവരുടെ കാര്യങ്ങളും, ഡിസ്ചാർജ് ഇന്റർവ്യൂ നമുക്ക് ഫിസിഷ്യനായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം സംസാരിക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കി an open house approach to the visitors. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു പേഷ്യന്റ് cannot be avoided in particular. നമ്മളുടെ ഒരു സംസ്കാരികതനുസരിച്ചിട്ട് എന്താണ് പേഷ്യന്റിനെ വിസിറ്റേഴ്സിനെ വിസിറ്റ് ചെയ്യണം അല്ലെ, പേഷ്യന്റിനെ കാണണം, അതിനൊക്കെ ഉള്ളൊരു സജ്ജീകരണങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താണ് പറഞ്ഞത്? റിലേറ്റീവ്സ് ആൻഡ് വിസിറ്റേഴ്സ് ക്യാൻ ബി സാറ്റിസ്ഫൈഡ് ഇഫ് എ ഡോക്ടർ ഓർ സീനിയർ നഴ്സ്, നമ്മൾ പറഞ്ഞു നമ്മളെ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾ ഒരു സീനിയർ നഴ്സിനോടോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനോടോ നമുക്ക് കാര്യങ്ങൾ എങ്ങനെയാണ്, ഇപ്പോ റിക്കവറി ആയോ, ആളുടെ സിറ്റുവേഷൻ എന്താണ്, ഇപ്പോഴത്തെ കണ്ടീഷൻ അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഡോക്ടറോടോ അല്ലെങ്കിൽ ഒരു സീനിയർ നഴ്സിനോടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദിച്ചറിയാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു അല്ലെ. ഇന്ന് നമ്മൾ പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ടഡ് ബൈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡോക്ടേഴ്സിന് ഒരു റൗണ്ടിങ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുനിന്നും പേഷ്യൻസിന്റെ കാര്യങ്ങൾ, എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? ചോദിച്ച് അറിയും അല്ലെ. പിന്നെ നമ്മൾ നോക്കിയായിരുന്നു സൈനേജ് ആൻഡ് നെയിം ബോർഡ്സ് അല്ലെ. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു നെയിം ബോർഡ്സ്? എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ നെയിം ബോർഡ്സും സൈനേജ് ഒക്കെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത്? പറയാമോ ആരെങ്കിലും ഒരാള്? ഈസി ടു ഫോളോ നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞ കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കേട്ടോ. നെയിം ബോർഡ്സ് ഒക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്? പിക്ചറിൽ കണ്ടോ ഹോസ്പിറ്റലില്? നമ്മളൊക്കെ ഈസി ടു ഫോളോ. ഇതിപ്പോ നമ്മള് ഒരു പേഷ്യന്റിനെ കിടക്കുകയാണ്, ഇന്ന വാർഡിലാണ് ആള് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ചെല്ലുമ്പോ ആ ഫ്ലോറിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവില്ലേ ആ ഒരു രോഗിയുടെ പേരും അല്ലെങ്കിൽ റൂം നമ്പറൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ.
നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്ട്ലി ചെല്ലുമ്പോ തന്നെ പേഷ്യന്റിന്റെ പേര് നോക്കാം, റൂം നമ്പർ നോക്കാം, ഏത് സെക്ഷനിലാണ് അല്ലെങ്കിൽ ഏത് ഫ്ലോറിലാണ് ആ വാർഡ്, എല്ലാ ഡീറ്റെയിൽസും ഒരു ഡിസ്പ്ലേ പോലെ ചെയ്തിട്ടുണ്ടാവില്ലേ ഹോസ്പിറ്റലില്? നിങ്ങൾ ആരും കണ്ടിട്ടില്ല ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും? കണ്ടിട്ടില്ലേ? 3 പേരും ഓക്കെ. അപ്പൊ പറയില്ലേ ഇത്? നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാട്ടോ. നിങ്ങൾ അങ്ങനെ പറയാണ്ടിരിക്കേണ്ട, തെറ്റുന്നുള്ളതൊന്നും വേണ്ട കേട്ടോ. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞു കംപ്ലൈന്റ്സ് ആൻഡ് കോംപ്ലിമെന്റ്സ് അല്ലെ. അതായത് നമ്മൾ പറഞ്ഞു ഒരു വെർബൽ കംപ്ലൈന്റ്സ് അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടുള്ള കംപ്ലൈന്റ്സ് അല്ലെങ്കിൽ മെയിൽ വഴിയോ നമുക്ക് കംപ്ലൈന്റ്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അല്ലെ, റിപ്പോർട്ട് ചെയ്യാം. നമ്മൾ കംപ്ലൈന്റ് ബോക്സ് ഉണ്ട്. അപ്പൊ കംപ്ലൈന്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു തരത്തില് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നോ നഴ്സസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ കംപ്ലൈന്റ് ബോക്സിൽ നമുക്ക് ഇടാമെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇത് നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻസ്. ഇതിൽ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? നമ്മൾ പറഞ്ഞു ഹെൽത്ത് ഫെയർസ് സംഘടിപ്പിക്കുക, എക്സിബിഷൻസ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലിനിക്സ്, ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാംസ്, മെഡിക്കൽ ഇൻഷുറൻസ് പ്രോഗ്രാംസ്, അല്ലെങ്കിൽ ക്യാമ്പുകള്, അങ്ങനെയുള്ള നേത്ര ക്യാമ്പൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ ഷുഗർ പ്രഷർ ഇതൊക്കെ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ കണ്ണിന്റെ ടെസ്റ്റ് ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നോട്ടീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്നൊക്കെ കിട്ടാറില്ലേ? ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? കുറച്ചും കൂടി പബ്ലിക് ഇന്ററാക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയും എല്ലാവർക്കും 3 പേർക്കും ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് തുടങ്ങുന്നത് ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് കേട്ടോ. പബ്ലിക് റിലേഷനിൽ വരുന്ന ഓരോ സെക്ഷനെ പറ്റിയാണ് നമ്മൾ ഈ ഫുൾ ചാപ്റ്റർ പറയുന്നത് കേട്ടോ. ഓക്കെ. സ്പീക്കേഴ്സ് ബ്യൂറോ കേട്ടോ. സ്പീക്കേഴ്സ് ബ്യൂറോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്പീക്കേഴ്സ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഇങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ അനൗൺസ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും സ്പീക്കേഴ്സ് ബ്യൂറോയിൽ വരുന്നത്. സിഇഒ ആൻഡ് സ്റ്റാഫ് should use every opportunity to speak other service organization and institution on health matters. സിഇഒ എന്ന് പറയുന്നത് ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെ. അപ്പോ ഈ സിഇഒ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റാഫ്, നമുക്ക് സിഇഒ എന്ന് പറയുന്നൊരു സ്റ്റാഫ് അവിടെ ഓൾറെഡി ഹോസ്പിറ്റലിൽ ഉണ്ടാകും. അതായത് ഈ പബ്ലിക് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റാഫ് തന്നെയാണ് അദ്ദേഹവും സ്റ്റാഫും എന്ത് ചെയ്യും? അതായത് ആരോഗ്യ കാര്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് സേവന കാര്യങ്ങളിലേക്ക് അവസരങ്ങള് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സിഇഒ സ്റ്റാഫും ചെയ്യുന്നത്. മാറ്റേഴ്സ്, അതായത് ഹെൽത്ത് പരമായിട്ടുള്ളതും അല്ലെ, ആരോഗ്യപരമായിട്ടുള്ള സർവീസസുകളും ഓർഗനൈസേഷൻസിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? കൂടുതൽ അവരാണ് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയുന്നത്. അവരുടെ ചുമതലയാണത്. സിഇഒന്റെയും അവരുടെ ഒപ്പമുള്ള സ്റ്റാഫുകളുടെയും ചുമതലയാണ് ഈ നമ്മളുടെ ആരോഗ്യ മേഖലയിലെ സർവീസസിനെ പറ്റിയും പിന്നെന്താ സ്ഥാപനങ്ങളെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും സംസാരിക്കുന്നത് ഈ സ്പീക്കേഴ്സ് ബ്യൂറോ എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷനാണ്. മെയിൻ ആയിട്ട് സ്പീക്കർ ബ്യൂറോയിൽ ആരാണ് ചെയ്യുന്നത്? സിഇഒ. അത് മാത്രം നിങ്ങൾ ഓർത്ത് വെക്കുക. സിഇഒ ആണ് അവിടെ മെയിൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സിഇഒ ആയിരിക്കും സ്പീക്കേഴ്സ് ബ്യൂറോയിലെ സിഇഒ. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അഡ്വൈസറി കമ്മിറ്റി. അഡ്വൈസറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? ഉപദേശം അല്ലെ, അഡ്വൈസിങ് നൽകുക, ഉപദേശം നൽകുക. ഉപദേശക സമിതി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക അല്ലെ, അതായിരിക്കും. നോക്കാം അഡ്വൈസറി കമ്മിറ്റി കേട്ടോ. എന്താണ് അഡ്വൈസറി കമ്മിറ്റി? ഒരാളൊന്ന് അഡ്വൈസറി കമ്മിറ്റി ഒന്ന് വായിച്ചേ. തുഷാര വായിച്ചോ. Its role should be to suggest to hospital administration the methods to overcome their shortcomings and interpret the functioning of the hospital to the community. ഓക്കെ. എന്താണ് മീനിങ്? മനസ്സിലായ? ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഇതിന്റെ റോൾ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ methods to overcome their shortcomings and interpret the functioning of the hospital to the അവരുടെ ഷോർട്ട് കമ്മിങ്സും ഫങ്ഷനിങ്ങും ഒക്കെ ഹോസ്പിറ്റലിന്റെ കമ്മ്യൂണിറ്റിനെ അറിയിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അതായത് നമ്മൾ പറഞ്ഞു ഇപ്പൊ ഒരു ആശുപത്രിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ
അഡ്മിനിസ്ട്രേഷൻ മെത്തേഡ്സുകൾ അല്ലെ, അവരുടെ ഭരണപരമായിട്ടുള്ള പ്രവർത്തനങ്ങള് അല്ലെ, അവരുടെ പ്രവർത്തനങ്ങള്, പിന്നെന്താ പറയാ, സമൂഹത്തിന്റെ വ്യാഖ്യാനിക്കുന്നതിനുള്ള മാർഗങ്ങൾ. അതായത് ഷോർട്ട് കമ്മിങ്സ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയൊക്കെ അത് ആ ഒരു നമുക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു സമൂഹത്തില് അത് എത്രത്തോളം രീതിയിൽ നല്ല രീതിയിൽ അത് കമ്മ്യൂണിറ്റിയിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മാർഗങ്ങള് നിർദ്ദേശിച്ചു കൊടുക്കുക. പിന്നെ എന്താ പറയുന്നത്, എന്തെങ്കിലും പോരായ്മകൾ, ഇന്റർപ്രറ്റ് ദ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഇന്റർപ്രറ്റ് മീൻസ് എന്തെങ്കിലും പോരായ്മകൾ ഏതെങ്കിലും ഒരു സെക്ഷനിൽ നിന്നോ ഏതെങ്കിലും ഭാഗത്തു നിന്നോ എന്തെങ്കിലും പോരായ്മകൾ പേഷ്യൻസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യുക, ഈ അഡ്വൈസറി കമ്മിറ്റിയാണ് അതിന്റെയൊക്കെ പോരായ്മകളൊക്കെ നികത്തി കൊടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ അഡ്വൈസറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഈ പ്രശ്നങ്ങളും പോരായ്മകളൊക്കെ അതിന്റെയൊക്കെ ഫലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതിനുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ. ഓക്കെ, അപ്പൊ അതാണ് അഡ്വൈസറി കമ്മിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മള് കുറച്ച് പോയിന്റ്സ് ആണ് കേട്ടോ. ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി അല്ലെ. അതായത് എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സൂചകങ്ങൾ ഫോർ ഇവാലുവേറ്റിംഗ്. ഓക്കെ, പബ്ലിക് റിലേഷൻ, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു പബ്ലിക് റിലേഷനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സൂചകങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഷാരോടൊന്ന് പോയിന്റ്സ് ഒന്ന് വായിച്ചേ. Patient satisfaction survey, ഓക്കെ, general opinion poll, quality of care using checklist, number of ഓക്കെ, 3 പോയിന്റ് പറഞ്ഞു കേട്ടോ. ഫസ്റ്റ് 3 പോയിന്റ് ആണ് ഇപ്പൊ നമുക്ക് ഷാരോൺ പറഞ്ഞത് അല്ലെ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ്, ജനറൽ ഒപ്പീനിയൻ പോൾ, ക്വാളിറ്റി ഓഫ് കെയർ യൂസിങ് ചെക്ക് ലിസ്റ്റ് അല്ലെ. എന്താണ് ഷാരോൺ ആ 3 പോയിന്റ് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കാമോ? പേഷ്യന്റിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് സർവേ ഒക്കെ ചെയ്യുന്നു. സർവേകൾ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. നമ്മളിങ്ങനെ തരാറില്ലേ, നമ്മൾക്ക് ഇപ്പൊ ഫീഡ്ബാക്ക് ഒക്കെ പോലെ ടിക്ക് ചെയ്ത് കൊടുക്കാനും ഓരോ ഇതും എങ്ങനെയാണ്, അല്ലെങ്കിൽ ഗുഡ് ഓർ ബാഡ്, വെരി ഗുഡ്, എങ്ങനെയാണ് എക്സലന്റ്, ഓരോ ഇത് നമുക്ക് ടിക്ക് ചെയ്യാനായിട്ടൊക്കെ തരാറില്ലേ. നമുക്ക് എങ്ങനെയാണ് അവർക്ക് ഫീഡ്ബാക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എത്രത്തോളം നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നൊക്കെ ഒരു ഫീഡ്ബാക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ തരാറുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, പേഷ്യന്റ് ഭാഗത്തുനിന്നുള്ളൊരു സർവീസുകൾ അറേഞ്ച് ചെയ്യുക. സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? ജനറൽ ഒപ്പീനിയൻ പോൾ. ഓക്കെ, എന്താണ് ജനറൽ ഒപ്പീനിയൻ പോൾ എന്ന് പറയുന്നത്? പൊതുവായ ഒരു ഒപ്പീനിയൻ. അതായത് ഇതുപോലെ നമ്മൾ ജനറൽ ആയിട്ട് പൊതുവായിട്ടുള്ള ഒരു വോട്ടിംഗ് സിസ്റ്റം പോലെ ഒന്ന് ചെയ്യുക. അതായത് സെയിം ഇത് തന്നെ ഫീഡ്ബാക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക്, എന്ന് വെച്ചാൽ അവരുടെ പ്രവർത്തനങ്ങള് നമ്മൾക്ക് സാറ്റിസ്ഫാക്ടറി ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു വോട്ടെടുപ്പ് നടത്തുക. ഓക്കെ, 3ാമത്തെ പോയിന്റ് ഏതായിരുന്നു? ക്വാളിറ്റി ഓഫ് കെയർ യൂസിങ് ചെക്ക് ലിസ്റ്റ്. അതും എന്തായിരിക്കും? ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഫീഡ്ബാക്ക് ചെയ്യുക. ചെക്ക് ലിസ്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മള് റേറ്റിംഗ് ഇടൂലേ. ഇപ്പൊ എന്തെങ്കിലും ഒരു വസ്തുക്കൾ നമ്മള് ഇപ്പൊ എക്സാമ്പിൾ പറയണെങ്കിൽ നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ഒക്കെ ചെയ്യണവരായിരിക്കുമല്ലോ അല്ലെ. പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിക്കാറില്ലേ, നമ്മൾ ഓൺലൈൻ വാങ്ങിക്കാറുണ്ടോ? അപ്പൊ നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിയുമ്പോഴേ ആ പ്രൊഡക്റ്റിന് ഇത്ര സ്റ്റാറിംഗ് ഒക്കെ കൊടുക്കില്ലേ, ഇത്ര നമ്മളൊരു റേറ്റ് കൊടുക്കാറുണ്ടല്ലോ. ഗുഡ് അല്ലെങ്കിൽ വെരി ഗുഡ് അല്ലെങ്കിൽ എക്സലന്റ് അല്ലെങ്കിൽ വെരി ബാഡ്, അങ്ങനെ നമ്മളൊരു സ്റ്റാറിംഗ് കൊടുക്കാറുണ്ട്. ആ ഒരു സെയിം ഒരു പ്രോസസ് തന്നെയാണ് ഈ ചെക്ക് ലിസ്റ്റിലും പറയുന്നത് കേട്ടോ. എങ്ങനെയാണോ നമ്മളുടെ അഭിപ്രായം, നമ്മൾ സാറ്റിസ്ഫാക്ടറി ആണോ അൺസാറ്റിസ്ഫാക്ടറി ആണോ അല്ലെങ്കിൽ വെരി ഗുഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള ചെക്ക് ലിസ്റ്റുകൾ കൊണ്ടുവരിക. അപ്പൊ ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പബ്ലിക് റിലേഷൻ നല്ല രീതിയിൽ പോകുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് 3 പോയിന്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ 3 പേർക്കും? ഓക്കെ, ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് 3 പോയിന്റ് ജാസ്മിൻ ഒന്ന് വായിക്കാമോ? നമ്പർ ഓഫ് കംപ്ലൈന്റ് റിസീവ്ഡ്. Number of complaint received. Okay, next. Extent of voluntary efforts by the community. Turnover of the health staff. Okay. ഒന്ന് പറഞ്ഞു നോക്കി. 3ാമത്തെ പോയിന്റ് എന്താണ്? നമ്പർ ഓഫ് കംപ്ലൈന്റ് റിസീവ്ഡ്. എന്തായിരിക്കും അതിന്റെ അർത്ഥം? എത്രത്തോളം കംപ്ലൈന്റ്സ് കിട്ടി എന്നുള്ള ഒരു കംപ്ലൈന്റ്സുകളുടെ എണ്ണം നമുക്ക് നോക്കാം. പിന്നെ നെക്സ്റ്റ് വോളണ്ടറി എഫേർട്സ്, കമ്മ്യൂണിറ്റിയുടെ ഒരു എഫേർട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ള
കമ്മ്യൂണിറ്റിയില് എങ്ങനെയുണ്ട് അവരുടെ എഫേർട്ട് പ്രവർത്തനങ്ങള്. ഓക്കെ, ഇനി turnover of the health staffിന്റെ കംപ്ലൈന്റ്സ്. ഈ ടേൺ ഓവർ ഓഫ് ഹെൽത്ത് ടേൺ ഓവർ കൊണ്ട് ഉദ്ദേശിക്കുന്നതേ, ഇപ്പൊ നമ്മൾക്കറിയാലോ, ഇപ്പൊ നമ്മളൊരു ജോലിയില് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിയിൽ പ്രവേശിക്കുമ്പോ, ഇപ്പൊ നഴ്സിംഗ് ഫീൽഡിലൊക്കെ നമുക്കറിയാം, ഇന്നിപ്പോ നമ്മളൊരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ചിലപ്പോ അത് 1 ഇയർ ബോണ്ടൊക്കെ വെക്കും ഇല്ലേ? ഇപ്പൊ ആ 1 ഇയർ നമ്മൾ അവിടെ തന്നെ തുടരണം എന്നുള്ളൊരു ചിലപ്പോ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനാണ് നമ്മൾ ഈ ബോണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ആ ബോണ്ടിനുള്ളിൽ ചിലപ്പോ ആ ബോണ്ട് വരെ ഇല്ല ചിലവര്. അപ്പോ ചിലപ്പോ പുതിയ സ്റ്റാഫിന് ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇയറിൽ ടേൺ ഓവർ ചെയ്തിട്ട് പുതിയ സ്റ്റാഫിലേക്ക് എടുക്കും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ടേൺ ഓവേഴ്സ് ഹെൽത്ത് സ്റ്റാഫിന് ആ ഒരു ഇതാണ് ഹെൽത്ത് ടേൺ ഓവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി 3 പോയിന്റ് ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് തുഷാരം, ബാക്കി 3 പോയിന്റ് കൂടി ഉണ്ടല്ലേ? ഇല്ല, 3 പോയിന്റ് ഉണ്ട്. ഓക്കെ, തുഷാരം 3 പോയിന്റ് കൂടി പറഞ്ഞു. Consistency of the attendance of the patients in clinic and health centers. Donations. Inpatient who leave against medical advice. ഓക്കെ, പറഞ്ഞോളൂ, പറയാൻ ശ്രമിച്ചു. Consistency of the attendance of the patients in clinic and health centerസിലും ക്ലിനിക്സിലും പേഷ്യൻസിന്റെ അറ്റൻഡൻസ് എന്ന് വെച്ചാൽ അവര് എത്രത്തോളം അവിടെ വരുന്നുണ്ട് എന്നുള്ളതിന്റെ. ഓക്കെ, ഹാജരെടുക്കുന്നത് പറയില്ലേ നമ്മൾ, എന്തിനാണ് ഹാജരെടുക്കണം, ആരൊക്കെ വന്നില്ല എന്നൊക്കെ അറിയാൻ വേണ്ടിട്ടല്ലേ? സെയിം അത് തന്നെ കേട്ടോ, എത്രത്തോളം പേര് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഡൊണേഷൻസ്. അവിടെ കിട്ടുന്ന പുറത്തുനിന്ന് കിട്ടുന്ന ഡൊണേഷൻസ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞില്ലേ, ചാരിറ്റബിൾ ട്രസ്റ്റേഴ്സ് ഒക്കെ ആവുമ്പോ ചിലപ്പോ ഡൊണേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? മെഡിക്കൽ അഡ്വൈസിനെതിരായിട്ട് അവിടെ നിന്ന് ലീവായി പോകുന്ന പേഷ്യൻസ് ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ അങ്ങനെ പോവത്തില്ലല്ലോ അതിന്റെ. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു മെഡിക്കൽ അഡ്വൈസിന് വിരുദ്ധമായിട്ട് പുറത്തു പോകുന്നവർ. അതായത് ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നിട്ട് അഡ്മിറ്റ് ആക്കിയ പേഷ്യന്റിന് ചിലപ്പോ എന്താണ് 7 days അഡ്മിറ്റ് ആവണം, 7 days ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ അഡ്മിറ്റ് ആക്കി. പക്ഷെ എങ്കിൽ പോലും ചിലപ്പോ ഒരു 3 days അല്ലെങ്കിൽ 2 days കഴിഞ്ഞിട്ട് പേഷ്യന്റ് സ്വയം എന്ത് ചെയ്യുന്നു? ഇല്ല, ഇത്ര ദിവസം അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഇതില് ആ വ്യക്തി തന്നെ, അതായത് മെഡിക്കൽ അഡ്വൈസിന് വിരുദ്ധമാണല്ലോ അത്. കാരണം ഒരു ഡോക്ടർ അഡ്വൈസ് ചെയ്തത് എന്താ? 7 days ട്രീറ്റ്മെന്റ് വേണം, അല്ലെങ്കിൽ 7 days ഈ പറഞ്ഞ പോലെ അതൊരു ഡോസ് അല്ലെങ്കിൽ ഒരു ഡോസ് അല്ല ഇത്ര ദിവസത്തെ ഇഞ്ചക്ഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതൊന്നും കൂട്ടാക്കാതെ അതിന് വിരുദ്ധമായിട്ട് പുറത്തു പോകുന്നവരുണ്ട്. ഡിസ്ചാർജ് വാങ്ങിച്ച് ഞങ്ങൾക്ക് ഇത്ര ദിവസം കിടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള അതൊക്കെയാണ് മെഡിക്കൽ അതായത് ഇൻപേഷ്യന്റ് ലീവ് അഗെയിൻസ്റ്റ് എന്ന് പറയുന്നത്. അതായത് വിരുദ്ധമായിട്ട് ചെയ്യുന്ന പ്രവർത്തികൾ കേട്ടോ, ഇങ്ങനെയുള്ള സെക്ഷൻസ്. അതൊക്കെ എന്താണ്? അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ആരാണ്? അപ്പോ ഈ പബ്ലിക് റിലേഷൻ ആണ് അല്ലെ? അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരായിട്ട് ഇടപെട്ടുകൊണ്ട് എന്താണ് അവരുടെ പ്രോബ്ലംസ്, അല്ലെങ്കിൽ എന്തെങ്കിലും നഴ്സസിന്റെ ഭാഗത്തുനിന്നോ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും കാരണം കൊണ്ടാണോ അവരങ്ങനെ ലീവ് ചെയ്ത് പോകുന്നത്? അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരറിയണം? ഈ പബ്ലിക് റിലേഷൻ ആണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോ ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് പബ്ലിക് റിലേഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റി ക്ലിയർ ആയാലും എല്ലാവർക്കും? ജസ്റ്റ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത പോയിന്റ്സ് മാത്രം ഒന്ന് വായിക്കാം കേട്ടോ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ് അല്ലെ? നമ്മൾ പറയും സർവേസ് നടത്തുക. ജനറൽ ഒപ്പീനിയൻ പോൾ അല്ലെ? അതായത് പൊതുജനമായിട്ടുള്ള ഒരു വോട്ടെടുപ്പ് പോലെ ചെയ്യുക. ക്വാളിറ്റി ഓഫ് കെയർ യൂസിങ് ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് റേറ്റിംഗുകൾ ചെയ്യാം. നമ്പർ ഓഫ് കംപ്ലൈന്റ് റിസീവ്ഡ്, എത്രത്തോളം കംപ്ലൈന്റ്സ് വരുന്നുണ്ടെന്ന് നോക്കാം. എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫേർട്ട് ബൈ കമ്മ്യൂണിറ്റി, നമ്മൾ പറഞ്ഞു സമൂഹത്തിന്റെ ഉള്ള ശ്രമങ്ങളുടെ ഓരോ ശ്രമങ്ങളും എഫേർട്ട് എടുക്കുക. ടേൺ ഓവർ ദ ഹെൽത്ത് സ്റ്റാഫുകൾ എത്രത്തോളം പോകുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ സ്റ്റാഫുകൾ എത്രത്തോളം ജോയിൻ ചെയ്യുന്നുണ്ട് എന്ന് നോക്കുക. ഇനി കൺസിസ്റ്റൻസി ഓഫ് അറ്റൻഡൻസ് ഓഫ് ദി പേഷ്യന്റ് ഇൻ ക്ലിനിക്സ് ആൻഡ് ഹെൽത്ത് സെന്റേഴ്സ്, ക്ലിനിക്കിലും ഹെൽത്ത് സെന്റേഴ്സിലും എത്രത്തോളം അവരുടെ ഹാജറുകൾ ഒന്ന് നോക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു ഡൊണേഷൻസ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കുക. പിന്നെ ഹു ലീവ് അഗെയിൻസ്റ്റ്, ഈ മെഡിക്കൽ ലീവ്സ് അഗെയിൻസ്റ്റ് പോകുന്ന വ്യക്തികളുടെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി എന്ത് ചെയ്യുക? ഈ പബ്ലിക് റിലേഷൻ തന്നെ അതിന്റെ കാര്യങ്ങള് നോക്കുക. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചപ്പോ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഐഡിയ ഒക്കെ കിട്ടിയില്ലേ? അല്ലെങ്കിൽ ഞാൻ തന്നെ ഇങ്ങനെ എപ്പോഴും വായിക്കുക അല്ലെങ്കിൽ മീനിങ് പറയുമ്പോ നിങ്ങൾക്കും അതൊരു ക്ലാസ് ബോറായിട്ട് തോന്നാറില്ലേ? നിങ്ങളും കൊണ്ട് കുറച്ച് നമ്മൾ ഇന്ററാക്റ്റീവ് ആയില്ലേ? ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ? അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കൊണ്ടും പറയിപ്പിക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്
ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് പബ്ലിക് റിലേഷൻ. സെയിം, അതായത് പബ്ലിക് റിലേഷൻ മെഷർ ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഫുള്ള് പറയുന്നത് പബ്ലിക് റിലേറ്റഡ് അല്ലെങ്കിൽ പബ്ലിക് റിലേഷനുമായിട്ട് വരുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് കേട്ടോ. നോക്കാം. ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് പബ്ലിക് റിലേഷൻസ് അല്ലെ, helps to identify ways of improving medical care, ultimately translate into better and happier patient അല്ലെ. അതായത് മെയിൻ ആയിട്ട് എന്തിനാണ് ഇത്? ഹെൽപ്സ് ടു ഐഡന്റിഫൈ വേസ് ഓഫ് ഇംപ്രൂവിംഗ് മെഡിക്കൽ കെയർ. മെഡിക്കൽ കെയർ ഇംപ്രൂവ് ചെയ്യാനുള്ള എല്ലാ വേസും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു പബ്ലിക് റിലേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അൾട്ടിമേറ്റ്ലി ട്രാൻസ്ലേറ്റ് ഇൻ ടു എ ബെറ്റർ ഹാപ്പിയർ പേഷ്യന്റ്. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഒരു പബ്ലിക് റിലേഷൻ ഏറ്റവും കൂടുതൽ അവർ ചെയ്യേണ്ട അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസിന്റെ ഹാപ്പിയർ ആക്കുക. അവരുടെ എന്താണോ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അതാണ് ചെയ്തു കൊടുക്കേണ്ടത്. നമ്മളെ ഫസ്റ്റ് ഡെഫിനിഷനിൽ പറഞ്ഞില്ലേ, ഹോപ്പ് ദ പേഷ്യന്റ്. എന്താണോ പേഷ്യന്റ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം ഒരു പബ്ലിക് റിലേഷൻ ചെയ്തു കൊടുക്കേണ്ടത്. ഓക്കെ. മെഡിക്കൽ കെയർ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? മെഡിക്കൽ കെയർ ഇംപ്രൂവ് ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ മനസ്സിലാക്കണം. അതിലൂടെ പേഷ്യന്റിനെ എന്ത് ചെയ്യുക? ഹാപ്പി ആക്കുക. മെഡിക്കൽ കെയറിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വരുത്താനുണ്ടോ? ആ ഇംപ്രൂവ്മെന്റ്സിലൂടെ പേഷ്യൻസിന് ഹാപ്പി ആണോ, പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കേണ്ട ഒരു പ്രധാന കർത്തവ്യമാർക്കാണ് ഈ പബ്ലിക് റിലേഷൻ്റെതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? മെയിൻ ആയിട്ട് പബ്ലിക് റിലേഷൻ ചെയ്യേണ്ടത് എന്താണ്? പബ്ലിക്കിന് എന്ത് കൊടുക്കുക? അല്ല, പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുക. ഓക്കെ. ഇനി patient satisfaction survey can be conducted by an outdoor survey agency or done as in house survey. A survey questionnaire with option is provided to the patient. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചെക്ക് ലിസ്റ്റ് പോലത്തെ സംഭവം. അതായത് ഒരു സർവേ നടത്തുമ്പോൾ നമ്മള് സർവേ നടത്താനൊക്കെ ഇപ്പൊ മുനിസിപ്പാലിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നൊക്കെ നമുക്ക് സർവേ നടത്താനൊക്കെ ആളുകൾ വീട്ടിൽ വരാറുണ്ട്. അപ്പൊ അവരുടെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടാവും. നമ്മളുടെ പേരും നമ്മളുടെ വീട്ടു നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ അവര് എഴുതിയെടുക്കും അല്ലെ. എന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, ഇന്ന സാധനങ്ങളുണ്ടോ, ഇത്ര ഇതുണ്ടോ, വീട്ടിൽ എത്ര പേരുണ്ട്, എത്ര അംഗങ്ങളുണ്ട്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണോ, വർക്ക് ചെയ്യുന്നവരാണോ, അല്ലെങ്കിൽ വീട്ടില് ഇന്ന വസ്തുക്കൾ ഉണ്ടോ, എന്താ അങ്ങനെ ഉപകരണങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചെക്ക് ചെയ്യാനൊക്കെ വരാറില്ലേ? സെയിം ആ ഒരു പ്രൊസീജിയർ പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യും? ഇതുപോലെ സർവേ, ഔട്ട്ഡോർ സർവേ ഒക്കെ നടത്തും. അതായത് വീടുകളിൽ വന്നിട്ട് സർവേ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ പേഷ്യന്റ് കിടക്കുമ്പോൾ ആ റൂമിൽ വന്നിട്ട് അവർ ആ പേപ്പർ തരും, നമ്മളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളും. ഓരോ ക്വസ്റ്റിനും വായിക്കുക. അതിന് 3 ഓപ്ഷൻസ് ഉണ്ടാവും. യെസ് ഓർ നോ ഉണ്ടാവും, അല്ലെങ്കിൽ പോലെ ഗുഡ്, വെരി ഗുഡ്, അല്ലെങ്കിൽ ബാഡ് അല്ലെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു 3 കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഏതാണോ അതിൽ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് ആ ആൻസർ നമുക്ക് ടിക്ക് ചെയ്യാം അല്ലെ. അങ്ങനെയുള്ള സർവേസും ക്വസ്റ്റിനെയറും ഓപ്ഷൻ ആയിട്ട് നമുക്ക് പേഷ്യൻസിന് നൽകും. അതിലൂടെയൊക്കെ അവർ എന്താണ് ശരിക്കും എടുക്കുന്നത്? പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് ആണ് അവർ ചെയ്യുന്നത് അല്ലെ. പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് ആണ് ഇങ്ങനെയുള്ള സർവീസിലൂടെ അവർക്ക് ലഭിക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ നമ്മളുടെ ഓരോ പ്രോസസ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഇവര് ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ ഇവർക്ക് അല്ലെങ്കിൽ ഹാപ്പി ആണോ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ആണോ, എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടോ, പോരായ്മകൾ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെയുള്ള സർവീസിലൂടെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു സർവേയുടെ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളാണ് തന്നേക്കണം. ക്ലിയർ അല്ല എങ്കിലും അത്ര മാത്രമേ ഉള്ളൂ. അതായത് ക്വസ്റ്റ്യൻസും അതിന് ആപ്റ്റ് ആയിട്ടുള്ള ആൻസറും നമുക്ക് തന്നെ സ്വയം എന്ത് ചെയ്യാൻ പറ്റും? ടിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അല്ലെ. നമ്മള് സ്കൂളുകളിലും അല്ലെങ്കിൽ കോളേജിലൊക്കെ നമ്മൾ സർവേസ് പ്രൊജക്ട് ഒക്കെ ചെയ്യുമ്പോൾ സർവേസ് നടത്താറില്ലേ? ഇപ്പൊ പല സ്ഥലങ്ങളിലും പോയിട്ട് ആളുകളോട് ചോദിച്ചറിയും ഓരോരുത്തരുടെ പേരും ഡീറ്റെയിൽസും അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ തരത്തിലുള്ള അവരുടെ ഒരു ഇതാണ് എഴുതുന്നത്. അല്ലാണ്ട് നമ്മുടെ ഇഷ്ടത്തിനല്ല അത് വായിച്ച് ടിക്ക് ചെയ്തൊക്കെ നൽകുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസുകൾ അറേഞ്ച് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് കസ്റ്റമർ കംപ്ലൈൻസ് കേട്ടോ. കസ്റ്റമർ കംപ്ലൈൻസ് നമ്മൾ പറഞ്ഞില്ലേ, കംപ്ലൈന്റ് ബോക്സ് ഉണ്ടാവും ഒരു ഹോസ്പിറ്റലില്, കംപ്ലൈന്റ് ബോക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്? സജഷൻ ബോക്സ് ഉണ്ടാവും അല്ലെ. കംപ്ലൈന്റ് ബോക്സിൽ നമ്മൾക്ക് കംപ്ലൈന്റ്സ് ഈ പറഞ്ഞ പോലെ ഓറൽ ആയിട്ട് പറയാം അല്ലെ. ഇപ്പൊ കംപ്ലൈന്റ് ബോക്സിൽ ഇട്ടില്ലെങ്കിലും ഡയറക്റ്റ്ലി പറഞ്ഞ ഒരു ഹോസ്പിറ്റലിലെ PROനെ കണ്ടിട്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് ഓറൽ ആയിട്ട് പറയാം, ഇന്ന കംപ്ലൈന്റ് ഉണ്ട്, ഞങ്ങൾക്ക് അതിനെതിരെ എന്താണെന്ന് വെച്ച് ഞങ്ങൾക്ക് ചെയ്തു തരണം അല്ലെ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് കംപ്ലൈന്റ് പറയാം. പക്ഷെ പിന്നെ എന്താ നമ്മൾ പറഞ്ഞു, ഇമെയിൽ ആയിട്ടൊക്കെ കംപ്ലൈന്റ് ചെയ്യാം. പിന്നെ എന്താ പറയാ, നമ്മൾ പറഞ്ഞു കംപ്ലൈന്റ് ബോക്സ് ഉണ്ടാവും അല്ലെ.
suitable ആയിട്ടുള്ള പ്ലേസിൽ കംപ്ലൈന്റ് ബോക്സ് ഉണ്ടാവും, അതുപോലെ തന്നെ സജഷൻ ബോക്സ് ഉണ്ടാവും. ഇതിലേക്ക് നമ്മളുടെ കംപ്ലൈൻസ് ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് കംപ്ലൈന്റ് ബോക്സിൽ നിന്ന് നമ്മളുടെ കംപ്ലൈൻസ് ഒക്കെ എടുത്തിട്ട് അതിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ അവര് ചെയ്തു തരും അല്ലെ. ഇനി നോക്കാം കസ്റ്റമർ കംപ്ലൈൻസ്. നിങ്ങളുടെ കയ്യിൽ കോപ്പി ഉണ്ടോ? 3 പേരുടെയും കയ്യിൽ ഇപ്പോ Yes, teacher. ഉണ്ട്. ഓക്കെ, ഒരാളുടെ കയ്യിൽ ജാസ്മിന്റെ കയ്യിലാണോ ഉള്ളത്? Yes, teacher. ഓക്കെ, ആ കസ്റ്റമർ കംപ്ലൈൻസിന്റെ താഴെ ഒരു ചെറിയൊരു ഡെഫിനിഷൻ പോലെ ഇല്ലേ, അത് ക്ലിയർ ആണോ കോപ്പിയില്? ക്ലിയർ ആണോ? Teacher, it is in the complaint അതാണോ? അതെ 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 യെസ്. അതൊന്ന് വായിക്കാമോ? It is in the complaint the customer remembers but the outcome. ഓക്കെ, ആരാണ് അത് പറഞ്ഞത്? ഡെഫിനിഷൻ അത് ക്ലിയർ അല്ല. ക്ലിയർ അല്ല. ഓക്കെ, ഐസഡർ ഷാർപ്പ് കേട്ടോ. ഐസഡർ ഷാർപ്പ് എന്ന് പറഞ്ഞൊരു ഒരു വ്യക്തിയാണ് ഈ ഒരു കസ്റ്റമർ കംപ്ലൈൻസ്. എന്താണ് കസ്റ്റമർ കംപ്ലൈൻസ് എന്ന് ഒരു ചെറിയൊരു വൺ വേർഡ് ഇതായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇസ് ഇറ്റ് എന്താ കസ്റ്റമർ റിമെമ്പേഴ്സ് ബട്ട് ദ ഔട്ട്കം. ബാക്കി രണ്ടുപേരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ പെട്ടെന്ന്. കാരണം നമുക്ക് ഇങ്ങനെ വരുന്ന ഡെഫിനേഷൻസ് ഒക്കെ കുറച്ച് കൺഫ്യൂഷൻ ആക്കി ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് വരാം. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ഇതിക്ക് മുന്നേ പറഞ്ഞില്ലേ ഒരു ഡെഫിനിഷൻ, ഏതായിരുന്നു? പബ്ലിക് റിലേഷന്റെ ഡെഫിനിഷൻ. ആരായിരുന്നു? ഓർമ്മയുണ്ടോ? ജോൺ മില്ലറ്റ്. ജോൺ മില്ലറ്റ്. അതാണ് നമുക്ക് മാറിപ്പോകരുത് കേട്ടോ. കംപ്ലൈന്റിന്റെ പറഞ്ഞത് ആരാണ്? ഐസഡർ ഷാർപ്പ് കേട്ടോ. കംപ്ലൈന്റ് ഐസഡർ ഷാർപ്പ്. സ്പെല്ലിംഗ് പറയാൻ പറ്റുമോ ടീച്ചർ ആളുടെ പേര്? ഓക്കെ, സ്പെല്ലിംഗ് ആണോ പറയണോ? ഓക്കെ ഓക്കെ, ISADORESHARP. ഓക്കെ ആണോ? ഓക്കെ ടീച്ചർ. ഓക്കെ ഓക്കെ, അപ്പോ കസ്റ്റമർ കംപ്ലൈന്റിന്റെ പറഞ്ഞത് ഐസഡർ ഷാർപ്പ് എന്നുള്ള ഒരു വ്യക്തിയാണ്. അതായത് എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ കംപ്ലൈന്റ് കസ്റ്റമർ റിമെമ്പേഴ്സ് ബട്ട് ദ ഓവർകം. അല്ലെ, എന്താണ് അതിന്റെ മീനിങ് ഒന്ന് പറയാമോ? ടീച്ചർ ഔട്ട്കം എന്നാണോ അത്? ഔട്ട്കം അത് നിങ്ങളോട് ക്ലിയർ ആണോ എന്ന് ചോദിച്ചത്. ബാക്കി രണ്ടുപേരും കോപ്പി എടുത്ത് വെക്കണോട്ടോ കയ്യില്. കോപ്പി കയ്യിൽ വേണോട്ടോ. എന്ന് നോക്കിയാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നിങ്ങൾ ആ ചാപ്റ്റർ അതുപോലെ തന്നെ ഫോളോ ചെയ്ത് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഓരോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ചും കൂടി നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോ ക്ലാസ് കാണാത്തവരായിരിക്കാം അല്ലെ. ചിലപ്പോ അങ്ങനെയുള്ള ഒരു ഡിലേ വരാൻ പാടില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് കൂടി അത്രയും സമയം ഞാൻ കുറച്ചും കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് ടെക്സ്റ്റ് തുടങ്ങുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് കസ്റ്റമർ കംപ്ലൈന്റ് എന്നാണ് പറയുന്നത്. ഇവിടെ ഒന്നുമല്ല, ജസ്റ്റ് അദ്ദേഹം പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപഭോക്താവ്, കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വീകരിക്കുന്ന വ്യക്തിയല്ലേ ഉപഭോക്താവ്. ഉപഭോക്താവ് ഓർക്കുന്നത് പരാതിയല്ലാതെ, അതായത് കസ്റ്റമർ റിമെമ്പർ ബട്ട് ഔട്ട്കം ആണ്, അതിന്റെ ഫലമാണ്. എന്തെങ്കിലും ഒരു പരാതി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഭാഗത്തുള്ള ഒരു തെറ്റ് അല്ലെങ്കിൽ ആ ഒരു പോരായ്മയായിരിക്കും പറയണത്. അപ്പൊ അദ്ദേഹം കൂടുതലും ചിന്തിക്കുന്നത് എന്താണ്? പോരായ്മയല്ല ഓർക്കണത്. ആ ഒരു കംപ്ലൈന്റ് കൊടുക്കുമ്പോ നമുക്ക് അതിനൊരു എന്താ പറയാ ഒരു ഫലം ലഭിക്കില്ലേ, അതിനൊരു ഉത്തരം ലഭിക്കില്ലേ? ആ ഫലമാണ് കൂടുതലായിട്ടും ഈ കസ്റ്റമർ റിമെമ്പർ ചെയ്യുന്നത്. അത്രമാത്രം ജസ്റ്റ് ആ ഒരു മീനിങ്ങിൽ പറയുന്നതാണ് കേട്ടോ അത്. നിങ്ങൾ ആ എന്താ പറയാ ഡെഫിനേഷൻ ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് പഠിച്ചു വെക്കുക. ആരാണ് പറഞ്ഞത്? ഐസഡർ ഷാർപ്പ് കേട്ടോ. കംപ്ലൈന്റ്സ് എന്ന് പറഞ്ഞത് ഐസഡർ ഷാർപ്പ്. ഓക്കെ, ഇനി മറ്റേ എന്താ PR-ന്റെ അല്ലെങ്കിൽ പബ്ലിക് റിലേഷനെ പറഞ്ഞത് ജോൺ മില്ലറ്റ്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്തൊന്ന് വെക്കാം കേട്ടോ. നിങ്ങൾ ഓരോ ടീച്ചേഴ്സിനെ നോട്ട് എടുക്കാൻ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? എടുത്തിട്ടുണ്ടോ നിങ്ങൾ 3 പേരും? ഓരോ ടീച്ചേഴ്സിനോ നോട്ട്ബുക്ക് നിങ്ങൾ സെപ്പറേറ്റ് കാര്യങ്ങളുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള്, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് പറയില്ലേ ഓരോ ടീച്ചേഴ്സും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ, ചെറിയ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് എന്ന് ഒരു റെഡിങ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും മാർക്ക് ചെയ്തിട്ടൊന്ന് എഴുതി വെക്കണം കേട്ടോ. നിങ്ങൾക്കത് പെട്ടെന്ന് എക്സാമിന് പഠിക്കുമ്പോൾ പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് എന്താ ഒറ്റ നോട്ടത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നോട്ട് ചെയ്ത് വെക്കാൻ പറയുന്നത് കേട്ടോ. ഒരു റെഡിങ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് എക്സാമിന് അത് ഉപകരിക്കും കേട്ടോ. ഓക്കെ, നമ്മൾ പറഞ്ഞു കസ്റ്റമർ കംപ്ലൈന്റ് അല്ലെ.
കസ്റ്റമർ കംപ്ലൈന്റ് പറഞ്ഞത് ഐ സെഡ് ഷാർപ്പ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കംപ്ലൈന്റ്സിനെ പറ്റി തന്നെ പറയുക. നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്, എത്ര നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് സ്വീകരിക്കുന്നതിന്റെ എന്താ പറയുന്നത്? ലെസ് നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് ബെറ്റർ ഇസ് ദ പബ്ലിക് റിലേഷൻ. എന്താണ് മീനിങ്? മനസ്സിലായില്ല? ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാല അല്ലെ? തുഷാരാന്ന് പറയാൻ പറ്റുമോ? ബോക്സിലത്തെ മീനിങ് എന്താണ്? എത്രത്തോളം കംപ്ലൈന്റ്സ് കുറവാണോ കിട്ടുന്നത് നല്ല പബ്ലിക് റിലേഷൻസ്. നമുക്കറിയാം അല്ലെ, കംപ്ലൈന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോരായ്മകൾ വരുമ്പോഴല്ലേ നമ്മൾ കംപ്ലൈന്റ്സ് ആയിട്ട് അതിനെ പറയുന്നത് അല്ലെ. കംപ്ലൈന്റ് ഇല്ലെങ്കിൽ എന്താണ്? നല്ല രീതിയിൽ അത് മൂവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകുന്നുണ്ട്, അവരുടെ ഒരു പബ്ലിക് റിലേഷൻ അല്ലെ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇപ്പോ ലെസ്സിന് പകരം കൂടുതൽ കംപ്ലൈന്റ്, മോർ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് ആണെങ്കിൽ എന്തായിരിക്കും? ബെറ്റർ ആയിരിക്കും അവിടെ? അല്ല അല്ലെ, മോർ നമ്പർ, അതായത് കൂടുതൽ കംപ്ലൈന്റ്സ് വന്നാൽ അതിന്റെ അർത്ഥം അവരുടെ പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ നല്ല രീതിയിലൊന്നും അത് വർക്ക്ഔട്ട് ആകുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞത് ലെസ് നമ്പർ അല്ലെ, കുറച്ച് കംപ്ലൈന്റ്സ് വരുമ്പോൾ അതിന്റെ അർത്ഥം ബെറ്റർ ആയിട്ടുള്ള പബ്ലിക് റിലേഷൻ ആണ് അവിടെ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ജനറൽ ഒപ്പീനിയൻ പോൾ. നമ്മൾ നേരത്തെ ഇൻഡിക്കേറ്റേഴ്സിൽ പറഞ്ഞായിരുന്നില്ലേ ജനറൽ ഒപ്പീനിയൻ പോൾ? സെയിം പോയിന്റ്സുകളൊക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. മോസ്റ്റ്ലി pertains to a single question, situation or a situation of problem that needs an answer അല്ലെ. അതായത് മോസ്റ്റ്ലി pertains എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട, റിലേറ്റഡ് എന്നുള്ളൊരു സെയിം മീനിങ് തന്നെയാണ് കേട്ടോ. അതായത് പൊതുജനാഭിപ്രായ വോട്ടെടുപ്പ്, അതായത് മോസ്റ്റ്ലി അതായത് കോമൺ ആയിട്ട് വരുന്നത് ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിംഗിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓരോ സിറ്റുവേഷനെ സംബന്ധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ ആൻസർ ഒക്കെ ലഭിക്കുക. പൊതുവായിട്ടുള്ള വോട്ടെടുപ്പിലൂടെ അതിന്റെ ആൻസർ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ, ഹോസ്പിറ്റലുമായിട്ട് വരുന്നത് അല്ലെങ്കിൽ പേഷ്യൻസുമായിട്ട് വരുന്നത്, അങ്ങനെയുള്ള കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള പൊതു അഭിപ്രായങ്ങൾ തിരഞ്ഞെടുക്കാൻ, അതിനു വേണ്ടിയിട്ടാണ് പൊതു അഭിപ്രായം ഒരു വോട്ടെടുപ്പ് പോലെ നടത്തുക എന്ന് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ്, ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ? ഓക്കെ. വോളണ്ടിയേഴ്സ് അല്ലെ, നമ്മൾ കേട്ടിട്ടില്ലേ വോളണ്ടിയർമാരെ? ഇപ്പൊ ഒരു ഏതൊരു പ്രോഗ്രാമിലായാലും, എന്തെങ്കിലും ഇപ്പൊ സ്കൂളിന്റെ തന്നെ എന്തെങ്കിലും ഒരു പരിപാടി, അല്ലെങ്കിൽ കോളേജസിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒരു പ്രോഗ്രാംസിൽ നമ്മൾ കുറെ വോളണ്ടിയേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ വോളണ്ടിയേഴ്സ്? ഓക്കെ, എന്താണ് വോളണ്ടിയേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ വോളണ്ടിയർ എന്നുള്ള അർത്ഥമാക്കുന്നത്? ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഒരു ചുമതല ഉണ്ട് അവർക്ക് അല്ലെ. വോളണ്ടിയർമാര് ഇന്ന സെക്ഷനിലെ കാര്യങ്ങളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഓരോരോ ഓൾറൗണ്ടർ ആയിട്ട് എന്ത് ചെയ്യണം? അവര് പ്രവർത്തിക്കണം അല്ലെ. അങ്ങനെയുള്ള ഒരു ഓൾറൗണ്ടർ പോലെ അവര് പ്രവർത്തിക്കുക അല്ലെ. അതായത് എല്ലാ കാര്യങ്ങളിലും ഓടി നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ വോളണ്ടിയർമാരാണ് ചെയ്യുന്നത്. ഓരോ പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ഷാരോടൊന്ന് വായിക്കാമോ? ഷാരോട് ഇല്ലേ ക്ലാസ്സില്? വായിച്ചോ. വോളണ്ടറി ക്രോപ്സ്. ഹെഡിങ് ഒന്ന് വായിക്കണേ. എക്സ്റ്റെൻഡഡ്, ഹെഡിങ് ഒന്ന് വായിക്കാം. എക്സ്റ്റെൻഡഡ് ഓഫ് വോളണ്ടറി എഫേർട്ട് ബൈ കമ്മ്യൂണിറ്റി, അതായത് കമ്മ്യൂണിറ്റിയുമായിട്ട് ഈ വോളണ്ടറി എഫേർട്ട് എടുക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഓക്കെ, വായിച്ചോ കേട്ടോ. or voluntaries are public spirited and service minded people providing extra service. Okay, second point. They help patient host thinking in the patient care areas. Okay, മൂന്നാമത്തെ point. More volunteerism in the hospital, better the public relations. Okay, first point എന്തായിരുന്നു? Voluntary corps. Volunteers are public spirited and service minded people providing extra service. എന്തെങ്കിലും ക്ലിയർ ആയോ? എല്ലാ ഐഡിയ ഉണ്ടോ? അതായത് ഈ വോളണ്ടിയർമാർ എന്ന് പറഞ്ഞാല് പൊതുവെ എന്താണ്? പബ്ലിക് സ്പിരിറ്റഡ് ആയിരിക്കുന്നത്, അതായത് പൊതുബോധമുള്ളവരൊക്കെ ആയിരിക്കും അല്ലെ. അല്ലാണ്ട് ഒന്നും അറിയാത്ത ഒരു വ്യക്തിനെ പിടിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കാനൊന്നും കഴിയാത്ത ഒരാളെ പിടിച്ച് നമ്മൾ ഏതെങ്കിലും സംഘടനയിൽ വോളണ്ടിയർ ആക്കണമെങ്കിൽ ഇതുകൊണ്ട്
വല്ല പ്രയോജനമുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു കഴിവുള്ള ആളുകളായിരിക്കുമല്ലോ നമ്മൾ വോളണ്ടിയർ ആയിട്ട് നിയമിക്കുക. അപ്പൊ പറയുന്നത് വോളണ്ടിയർമാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പൊതുബോധമുള്ളവരും അതുപോലെ തന്നെ സർവീസ് മൈൻഡഡ് ആയിരിക്കും. അതായത് സേവനം ചെയ്യാനായിട്ടുള്ള ഒരു മൈൻഡുള്ള വ്യക്തികളായിരിക്കുമല്ലോ. അല്ലാതെ ഒരു ഇതുമില്ല അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ഒന്നും അല്ലാത്ത ഒരാളെ കുറിച്ച് നമ്മള് വോളണ്ടിയർ ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ കാര്യം എന്തായിരിക്കും? അവിടുത്തെ പബ്ലിക് റിലേഷൻ നല്ല രീതിയിലായിരിക്കോ? അല്ല അല്ലെ? നമുക്കത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പൊതുജന ബോധമുള്ളവരും അല്ലെങ്കിൽ സർവീസ് ചെയ്യാനായിട്ടുള്ള ഒരു മൈൻഡൊക്കെ ഉള്ള വ്യക്തികളായിരിക്കണം ഇങ്ങനെയുള്ള സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? ദ ഹെൽപ്പ് പേഷ്യന്റ് ഹോസ്റ്റ് തിങ്സ് ഇൻ പേഷ്യന്റ് കെയർ ഏരിയാസ്. എന്ത് ചെയ്യുക? ഇവര് പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യണം. ഹോസ്റ്റ് തിങ്സ് ഇൻ പേഷ്യന്റ് ഏരിയ. ഈ ഹോസ്റ്റ് തിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നതേ അതായത് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള തിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അതായത് എന്തെങ്കിലും എക്യുപ്മെന്റ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇൻ കേസ് അറ്റ്മോസ്ഫിയർ വരെ നമുക്ക് ഇവിടെ ഉൾപ്പെടുത്താം. റൂമിലെ സർവീസസ് എങ്ങനെയാണ്, അങ്ങനെ റൂമിലെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കെയർസുകളൊക്കെ നൽകുന്നത് ഈ വോളണ്ടിയേഴ്സ് അതിനൊക്കെ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുക. ഇനി നമ്മൾ പറഞ്ഞു മോർ വോളണ്ടിയറിസം ഇൻ എ ഹോസ്പിറ്റൽ ബെറ്റർ ദ പബ്ലിക് റിലേഷൻ. ഇങ്ങനെയുള്ള നല്ല രീതിയിലുള്ള വോളണ്ടിയറിസം ഒരു ഹോസ്പിറ്റലിൽ. അപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു സംഘടനയിലോ ഒരു പരിപാടികളിലൊക്കെ നമ്മൾ വോളണ്ടിയേഴ്സിനെയൊക്കെ നിയമിക്കും. അവര് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വോളണ്ടിയേഴ്സ് ആയിരിക്കും അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിലും ഇങ്ങനെയുള്ള വോളണ്ടിയേഴ്സ്മാരുണ്ടെന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ ഒരു ഹോസ്പിറ്റലിലെ വോളണ്ടിയേഴ്സ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അവരെന്ത് വേണം? പൊതുബോധമുള്ളവരായിരിക്കണം. പിന്നെ എന്താണ്? സേവന മനോഭാവമുള്ളവരായിരിക്കണം. പിന്നെ എന്ത് ചെയ്യുക? പേഷ്യൻസിനോട് ഹെൽപ്പ് ഒക്കെ ചെയ്യുക. അപ്പൊ പറയുന്നത് മോർ വോളണ്ടിയേഴ്സ്, ഇങ്ങനെയുള്ള നല്ലൊരു വോളണ്ടിയർ ടീം ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ ബെറ്റർ, അതൊരു പബ്ലിക് റിലേഷനെ ബെറ്റർ ആക്കുന്നത്. അതുപോലെ എന്താണ്? ഒരു പബ്ലിക് റിലേഷൻ ആയിട്ട് കണക്റ്റഡ് ആണ്. നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെയുള്ള നല്ല വോളണ്ടിയറിസം അല്ലെങ്കിൽ നല്ലൊരു വോളണ്ടിയർമാരുണ്ടെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്ത് ചെയ്യും? സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ വോളണ്ടിയർ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ടേൺ ഓവർ മെഡിക്കൽ സ്റ്റാഫ് കേട്ടോ. സ്റ്റാഫ് ടേൺ ഓവർ എന്താണ്? നമ്മൾ നേരത്തെ പോയിന്റിൽ കണ്ടായിരുന്നു സ്റ്റാഫ് ടേൺ ഓവർ കേട്ടോ. അപ്പൊ സ്റ്റാഫ് ടേൺ ഓവർ എന്താണെന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഒരാളൊന്ന് വായിക്കാമോ? സ്റ്റാഫ് ടേൺ ഓവർ ആരാ വായിക്കണേ? ഓക്കെ, ജാസ്മിൻ തന്നെ വായിച്ചോട്ടോ. Turnover of medical staff. Minimal turnover of staff is an indication of good public relations of the organization. ഓക്കെ, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നേരത്തെ ഞാനൊരു ടേൺ ഓവറിന്റെ പോയിന്റ് പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? ഓക്കെ, അതായത് ടേൺ ഓവർ ഓഫ് മെഡിക്കൽ സ്റ്റാഫ് എന്ന് ഉദ്ദേശിക്കുന്നത് മിനിമൽ ടേൺ ഓവർ ഓഫ് സ്റ്റാഫ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ് പബ്ലിക് റിലേഷൻ ടു ദ ഓർഗനൈസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ലെസ് കംപ്ലൈന്റ്, കുറഞ്ഞ കംപ്ലൈന്റുകളാണ് ലഭിക്കുന്നുവെങ്കിൽ ആ ഒരു പബ്ലിക് റിലേഷൻ നല്ല രീതിയിൽ ബെറ്റർ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. സെയിം ആ ഒരു ഇതിൽ തന്നെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. മിനിമൽ ടേൺ ഓവർ ഓഫ് സ്റ്റാഫ്, അതായത് സ്റ്റാഫിന്റെ ടേൺ ഓവർ വളരെ കുറവാണെങ്കിൽ, അതായത് മിനിമൽ ടേൺ ഓവർ ആണെങ്കിൽ അതൊരു ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ് റിലേഷൻ ഓഫ് ദ ഓർഗനൈസേഷന്റെ ഒരു നല്ലൊരു ഗുഡ് റിലേഷൻ അവിടെ കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതിന്റെ ഒരു ഗുഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണത്. അതായത് ഇവിടെ ടേൺ ഓവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എംപ്ലോയി ടേൺ ഓവർ ഇസ് ദ, അതായത് എംപ്ലോയി ടേൺ ഓവർ ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് എംപ്ലോയീസ് ലീവ് ആൻഡ് റീപ്ലേസ്ഡ് ബൈ ന്യൂ വൺസ് ഇൻ എ ജനറിക് പീരീഡ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പീരീഡില് ഒരു സ്റ്റാഫ് വർക്ക് ചെയ്യാനായിട്ട് അവര് വർക്കിംഗിൽ വരികയാണ്. ഇപ്പൊ ഒരു നഴ്സ് ഒരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുകയാണ്. അപ്പൊ അവര് ആ ഒരു ടൈം പീരീഡ് ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ അവര് ചിലപ്പോ 1 ഇയറിൽ ആ സ്റ്റാഫിനെ നിയമിക്കും. 1 ഇയർ ബോണ്ട് ആയിരിക്കും. നമ്മൾ എഗ്രിമെന്റിൽ ചിലപ്പോ സൈൻ ചെയ്തൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. 1 ഇയർ ആണ് നമ്മൾ ജോലിയിൽ നിൽക്കുന്നത്. അപ്പോ ആ പീരീഡ് കഴിയുമ്പോൾ അടുത്ത സ്റ്റാഫിനെ എന്ത് ചെയ്യും? റീപ്ലേസ് ചെയ്യലാണ്. പുതിയൊരു സ്റ്റാഫ് അവിടെ ജോയിൻ ചെയ്യുകയാണ്. അങ്ങനെ ഒരു എന്താ പറയാ, ഒരു റേറ്റ് ഉണ്ട്. അതായത് എത്ര സ്റ്റാഫുകൾ ജോയിൻ ചെയ്തു, എത്ര സ്റ്റാഫുകൾ ടേൺ ഓവർ ചെയ്ത് പോയി അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു റേറ്റ് ഉണ്ട്. ആ ഒരു റേറ്റിനാണ് ഈ ടേൺ ഓവർ, എംപ്ലോയി ടേൺ ഓവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ മിനിമൽ ടേൺ ഓവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ എംപ്ലോയീസ് ഇങ്ങനെ പോകുന്നത് വളരെ കുറവാണ്, ഓൾറെഡി അവിടെ തുടർന്നു കൊണ്ട് വരികയാണ്, പ്രോബ്ലംസ് ഒന്നും ഇല്ലാണ്ട് ആ എംപ്ലോയി എന്താണ് തുടർന്നു കൊണ്ട് വരികയാണെങ്കിൽ, എംപ്ലോയീസിൽ കുറവൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നല്ല രീതിയിലുള്ളൊരു
ഗുഡ് പബ്ലിക് റിലേഷൻ ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോയിന്റ് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ലെസ് കംപ്ലൈന്റ് വരുമ്പോൾ എന്താണ്, നല്ലൊരു രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ മിനിമൽ ടേൺ ഓവർ ആകുമ്പോൾ നല്ലൊരു ഗുഡ് പബ്ലിക് റിലേഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. മാക്സിമം ടേൺ ഓവർ ആണെങ്കിൽ അപ്പൊ എന്തായിരിക്കും, നല്ലൊരു രീതിയിലുള്ള ഒരു ഗുഡ് പബ്ലിക് റിലേഷൻ ആയിരിക്കില്ല. അത്രമാത്രം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും സ്റ്റാഫ് ടേൺ ഓവർ വരെ ക്ലിയർ ആണല്ലോ. Yes, teacher. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിലേ അത് ചിലപ്പോൾ പൂർത്തിയാക്കാൻ പറ്റില്ല. കുറച്ചും കൂടി ഉണ്ട് നമുക്ക് ഈ ചാപ്റ്റർ തീർന്നിട്ടില്ല. ജസ്റ്റ് ഇതൊന്ന് വായിച്ചു വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് വേണമെന്ന് വായിക്കാമോ? ഷാരോണൊന്ന് വായിക്കാമോ? Consistency in the attendance by patients. Higher patient turn up when patients are reminded of their appointment as a text message, email, or over the phone. Better the relations or contact with the patient, more consistent will be the patient's attendance. ഓക്കെ, എന്തെങ്കിലും ക്ലിയർ ആയോ? എന്താണ് അതിൽ നിന്ന് മനസ്സിലായത് പറയാമോ? മനസ്സിലായത് പറഞ്ഞാൽ മതി കേട്ടോ, എന്താണെന്ന് വെച്ചാൽ. ട്രൈ ചെയ്ത് നോക്കിയത് പേഷ്യന്റ് അപ്പോയിന്റ്മെന്റിനൊക്കെ വേണ്ടി വേണേ ടെക്സ്റ്റ് മെസ്സേജോ അല്ലെങ്കിൽ ഇമെയിലോ ഒക്കെ ഫോൺ വഴിയോ നമുക്ക് അങ്ങനെ അപ്പോയിന്റ്മെന്റ് ചെയ്യാം. റിമൈൻഡ് ചെയ്ത് കൊടുക്കുക. അതായത് എന്താണ്, അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മെസ്സേജ് വഴിയൊക്കെ ഇപ്പൊ നമുക്ക് ലഭിക്കാറില്ലേ, ഇന്ന ടൈമിൽ അപ്പോയിന്റ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇമെയിൽ ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താണ്, ബെറ്റർ ദ റിലേഷൻ ഓർ കോണ്ടാക്ട് വിത്ത് ദ പേഷ്യന്റ്, നല്ലൊരു രീതിയിലുള്ള ഒരു റിലേഷൻ കോണ്ടാക്ട് പേഷ്യന്റ് ആയിട്ട് വെക്കുക. പിന്നെ എന്താ, മോർ കൺസിസ്റ്റന്റ് വിൽ ബി ദ പേഷ്യൻസ് അറ്റൻഡൻസ്. അതായത് പേഷ്യന്റ് അറ്റൻഡൻസ് മീൻസ് നമ്മള് ഒരു ചീറ്റ് നമ്മുടേതായിട്ടുള്ള ഒരു ചീറ്റ് ഉണ്ടാവും. നമ്മള് കഴിഞ്ഞ മുന്നേ നടത്തിയ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ആ ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും, ഇന്ന മരുന്നുകളാണ് കഴിച്ചത്. നമ്മൾ ചിലപ്പോ സെയിം ഒരു ഡോക്ടേഴ്സിനെ തന്നെയായിരിക്കും കാണുന്നത് അല്ലെ. ഇപ്പൊ കുട്ടികളുടെ ഡോക്ടറെയൊക്കെ നമ്മൾ ഓൾറെഡി ആ ഹോസ്പിറ്റലിൽ ചെയ്തിട്ടുണ്ടെങ്കിലേ ആ ഡോക്ടറിന് അറിയാൻ പറ്റും കഴിഞ്ഞ ഇതില് ഇന്ന മരുന്ന് കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ. അപ്പൊ അതൊക്കെയാണ് ഈ അറ്റൻഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ബെറ്റർ ആയിട്ടുള്ള റിലേഷൻ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. നെക്സ്റ്റ് ഇനി കുറച്ചുകൂടി ഉണ്ട് നമുക്ക് ഈ സെക്ഷനിൽ എടുക്കാനായിട്ട്. പിന്നെ ഇത്രയും മാത്രം നമ്മൾ വൈൻഡപ്പ് ചെയ്യാറായല്ലോ. ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഇതില് ഫസ്റ്റ് തുടങ്ങി ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്കൊന്ന് പറഞ്ഞോ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എഡ്വേർഡ് ബെർണാൻസ് എന്താണ്, ഫാദർ ഓഫ് പബ്ലിക് റിലേഷന്റെ ഫാദർ എന്നറിയപ്പെടുന്നു. അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എന്താണ്, അദ്ദേഹത്തിന്റെ ബുക്ക് നിങ്ങൾ നോക്കി വെക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ബുക്ക്. പിന്നെ നമ്മൾ 2 ഡെഫിനേഷൻസ് പറഞ്ഞായിരുന്നു അല്ലെ. പബ്ലിക് റിലേഷന്റെ ഡെഫിനേഷൻ പറഞ്ഞത് ആരായിരുന്നു? ജോൺ മില്ലറ്റ് അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞു കസ്റ്റമർ കെയറിന്റെ ഡെഫിനേഷൻ പറഞ്ഞത് ആരായിരുന്നു? ഓർമ്മയുണ്ടോ? പേര് ഓർമ്മയുണ്ടോ? ഐസഡർ ഷാർപ്പ് കേട്ടോ, മാറിപ്പോകരുത് രണ്ടുപേരെ. അതാണ് പ്രത്യേകം എടുത്ത് പറയുന്നത് കേട്ടോ. കംപ്ലൈൻസിന്റെ പറഞ്ഞതാണ് ഐസഡർ ഷാർപ്പ് ആയിരിക്കും അയാള്, അങ്ങനെ വിചാരിക്കുക കേട്ടോ. അതായത് ഷാർപ്പ് ആവണം കാര്യങ്ങൾ, കംപ്ലൈൻസ് ഒന്നും വരാൻ പാടില്ല. അപ്പോ ഷാർപ്പാണ് എന്ത് കൊടുത്തത്, കംപ്ലൈൻസിന്റെ പറഞ്ഞത്. ഓക്കെ, പബ്ലിക് റിലേഷനെ പറ്റി പറഞ്ഞത് ജോൺ മില്ലറ്റ്. ക്ലിയർ ആണല്ലോ. ഷാർപ്പായിട്ട് പറഞ്ഞത് കംപ്ലൈൻസിന്റെ, ജോൺ മില്ലറ്റ് ആണ് പറഞ്ഞത് പബ്ലിക് റിലേഷന്റെയും. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മള് നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ പറഞ്ഞു. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് 2 മെത്തേഡ്സുകൾ പറഞ്ഞു, ഓപ്പറേറ്റീവ് മെത്തേഡ്സും കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സും. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ വരുന്ന എക്സാമ്പിൾസ് ഓർത്ത് വെക്കാം കേട്ടോ. എക്സാമിന് ചിലപ്പോ എന്താണ്, ചിലപ്പോ ഐഡന്റിഫൈ ചെയ്യാൻ വരും ഏത് മെത്തേഡിൽ വരുന്നതാണ്, ഇന്റർസെക്ഷൻ ഏത് മെത്തേഡിൽ വരുന്നു, ഇതൊക്കെ എന്ത് ചെയ്യാൻ വരും, ഐഡന്റിഫിക്കേഷൻ ചെയ്യാനായിട്ട് വരും കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. പിന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് വരുന്ന കാര്യങ്ങൾ നോക്കിയായിരുന്നു അല്ലെ. പിന്നെ നമ്മള് ഈ സൈൻ ബോർഡ്സും നെയിം ബോർഡ്സ് ഒക്കെ എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് ഈ സൈൻ ബോർഡ്സ് നെയിം ബോർഡ്സ് വരുന്നതെന്നൊക്കെ നോക്കാം. പിന്നെ നമ്മള് സ്പീക്കേഴ്സ് ബ്യൂറോ പറഞ്ഞു. സ്പീക്കേഴ്സ് ബ്യൂറോയിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാരാണ്? സിഇഒ അല്ലെ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ.
ഇമ്പോർട്ടന്റ് ആണ്. സ്പീക്കേഴ്സ് ബ്യൂറോയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് സിഇഒ. അദ്ദേഹത്തിന്റെ പുറമെയാണ് സ്റ്റാഫുകൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് കേട്ടോ. സിഇഒ സ്പീക്കേഴ്സ് ബ്യൂറോയില് അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ അഡ്വൈസറി കമ്മിറ്റിയിൽ പറഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലെ, അതായത് ഉപദേശക സമിതി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, സർവീസിൽ അറേഞ്ച് ചെയ്യുന്നത് കസ്റ്റമർ കംപ്ലൈന്റ്. ഓക്കെ ആണല്ലോ. കസ്റ്റമർ കംപ്ലൈന്റ് പറഞ്ഞത് ഐസഡർ ഷാർപ്പ്. പിന്നെ നമ്മൾ വോളണ്ടിയേഴ്സിന്റെ കാര്യം പറഞ്ഞായിരുന്നു. വോളണ്ടിയേഴ്സിന്റെ അവർ ചെയ്യുന്ന ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇത്രയും. പിന്നെ നമ്മൾ ലാസ്റ്റ് വൺ സ്റ്റാഫ് ടേൺ ഓവർ എന്താണെന്ന് പറഞ്ഞു അല്ലെ. മിനിമൽ ടേൺ ഓവർ പറഞ്ഞു. കൺസിസ്റ്റൻസി ഇൻ അറ്റൻഡൻസ് ബൈ പേഷ്യൻസിന്റെ കാര്യങ്ങളും പറഞ്ഞായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പബ്ലിക് റിലേഷനെ പറ്റി എടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും 3 പേർക്കും ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങള് എന്തെങ്കിലും നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ക്ലിയർ ആവാത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാവാത്തൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, ഇത്രയും നമ്മള് ടീച്ചർ എടുത്ത വരെ നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് വായിക്കുക, മനസ്സിലാക്കുക. ചില ടേംസും കാര്യങ്ങള് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കുക. പിന്നെന്താണ്, നമ്മൾ പറഞ്ഞു 2 ഡെഫിനേഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ, ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളൊന്ന് റെഡിങ് വെച്ചോ അങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ ഓക്കെ അല്ലേ? ഇപ്പൊ ക്ലാസ് ഇന്നത്തെ എല്ലാവർക്കും ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ. താങ്ക് യു ഓൾ. താങ്ക് യു.